എല്ലാ പ്രിയ കൂട്ടുകാർക്കും മലയാള മനോരമ ശുഭദിനം പരിപാടിയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. വീണാലും തകരരുത്. വിശ്വപ്രസിദ്ധനായ എഴുത്തുകാരൻ്റെ പ്രതിമ ശില്പി നിർമ്മിക്കുകയാണ്. നീണ്ട പരിശ്രമത്തിന് ശേഷം അത് പൂർത്തിയായി. മാധ്യമപ്രവർത്തകർക്കായി ആദ്യ പ്രദർശനം നടത്താൻ അദ്ദേഹം തീരുമാനിച്ചു. ക്ഷണിക്കപ്പെട്ടവരുടെ മുൻപിൽ തൻ്റെ പണിപ്പുരയുടെ വാതിൽ തുറന്ന് അയാൾ ഞെട്ടിത്തരിച്ചു. തലേ ദിവസത്തെ അതിശക്തമായ മഴയിലും കാറ്റിലും പെട്ട് ആ കളിമൺ പ്രതിമ വെറും ചെളിയായി മാറിക്കഴിഞ്ഞിരുന്നു. നിരാശയോടെയും വേദനയോടെയും അദ്ദേഹം അലറിക്കരഞ്ഞപ്പോൾ മാധ്യമപ്രവർത്തകരിൽ ഒരാൾ പറഞ്ഞു, ആ കുടഞ്ഞ കളിമണ്ണിൽ സൂക്ഷിച്ചു നോക്കിയാൽ എഴുത്തുകാരൻ്റെ രൂപം കാണാം. അമൂർത്ത ശില്പമാണിത്. ഇതായിരിക്കും താങ്കളുടെ മാസ്റ്റർ പീസ്. ശില്പിയുടെ മുഖത്ത് പുഞ്ചിരി പടർന്നു. പ്രയത്നങ്ങളെ ഇല്ലാതാക്കുന്ന പ്രശ്നങ്ങളെ എപ്പോഴും പ്രതിരോധിക്കാനാകില്ല. മുൻകൂട്ടി കാണാൻ കഴിയുന്ന പ്രശ്നങ്ങളെ മാത്രമാണ് മുൻകരുതലെടുത്ത് ചെറുക്കാനാകുക. അല്ലാത്തവ ഒരു നിമിഷം കൊണ്ടെല്ലാം തകർത്തെറിഞ്ഞു പോകും. തുടർ നടപടികളുടെ സൃഷ്ടിപരത മാത്രമാണ് പിന്നീടുള്ള സാധ്യത. തത്സമയ മരവിപ്പ് മറികടന്ന് പുതിയ ചുവടുവെപ്പുകളിലേക്ക് നീങ്ങണം, അംഗീകരിക്കണം, പുനർനിർമ്മിക്കണം. ഒന്നും പഴയതുപോലെ ആകില്ലെങ്കിൽ പിന്നെ 2 മാർഗങ്ങളേയുള്ളൂ. തൽസ്ഥിതി തുടരുക, അല്ലെങ്കിൽ മറ്റൊന്നായി രൂപാന്തരപ്പെടുത്തുക. ഉയർച്ചയും തകർച്ചയും എപ്പോഴും സംഭവിക്കാം. ഉയരുമ്പോൾ അതിസ്വാഭാവികമായി ആനന്ദിക്കുകയും തകരുമ്പോൾ അനാവശ്യമായി ആകുലപ്പെടുകയും ചെയ്യുന്ന ശീലത്തിൽ നിന്നും പുറത്തു കടക്കാതെ ആരും തങ്ങളുടെ സമനിലയുടെ തീരങ്ങൾ കണ്ടെത്തില്ല. തകർച്ചയുടെ തൽസ്ഥിതിയിൽ നിരാശരാകാതെ നിലനിൽക്കുക എന്നത് അത്ര എളുപ്പമല്ല. ചലനശേഷി നഷ്ടപ്പെടാതെ സൂക്ഷിക്കണം. മറുവഴികളെക്കുറിച്ചുള്ള അന്വേഷണം തുടങ്ങണം. സമാന പ്രതിസന്ധികൾ അതിജീവിച്ചവരെ കണ്ടെത്തി ഊർജം സംഭരിക്കണം. അപ്രതീക്ഷിതമായത് സംഭവിക്കുമ്പോൾ പ്രതീക്ഷ നൽകുന്ന ആൾ ഒരു അനുഗ്രഹമാണ്. അത് ആത്മസുഹൃത്താക്കാം, അപരിചിതനാകാം. അടിവേരോടെ പിഴുതെറിയപ്പെടുമ്പോൾ തനിയെ വീണ്ടും വേരാഴ്ത്താനുള്ള ശേഷി എല്ലാവർക്കും ഉണ്ടാകില്ല. ഒരു തവണ ഒരു തുണ കുറച്ചു നാളത്തേക്കെങ്കിലും വേണം. അങ്ങനെ ഒരാളെ കണ്ടെത്താനും അങ്ങനെ ഒരാളാകാനും കഴിയുമ്പോഴാണ് ജീവിതം പരസ്പര പൂരകവും പ്രയോജനക്ഷമവുമാകുന്നത്. നേരുന്ന ശുഭദിനം. സ്നേഹത്തോടെ ഷാഹ്നാസ്. നന്ദി, നമസ്കാരം.